കെ.പി. യോഹന്നാൻ പാല് കൊടുത്തു വളർത്തിയ വിഷപ്പാമ്പ്. കണ്ണൂരിൽ CPM-ന് വേണ്ടി ഗുണ്ടായുസവുമായി നടന്ന ഒരു കത്തോലിക്ക ചെക്കൻ കേസും കൂട്ടവുമായി നാട്ടിൽ നിൽക്കാനാവാതെ ഒടുവിൽ മാനസാന്തരം വന്ന് കൽക്കട്ടയിൽ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ബൈബിൾ കോളേജിൽ ചേർന്നു. നന്നായി എന്നും ഇവൻ നമ്മുടെ ബ്രിഡ്ജ് ഓഫ് ഹോപ്പിനൊരു മുതൽക്കൂട്ടായി മാറുമെന്നും KP-യുടെ പ്രിയപ്പെട്ടവൾ കാതിൽ മന്ത്രിച്ചപ്പോൾ KP അവനെ അടിപിടിയൊന്നു നോക്കി. കുള്ളനെ നമ്പിനാൻ അവൻ മൂഞ്ചിനാൻ എന്ന് തൻ്റെ കൊഴുപ്പുള്ളവന്മാരായ അപ്പാപ്പന്മാർ പറഞ്ഞത് അപ്പോൾ KP ഓർത്തു. പക്ഷേ അവനോട് അടുത്തിടപഴകി കഴിഞ്ഞപ്പോൾ ഇവന്റെ കാര്യപ്രാപ്തി, ആ കുടില ബുദ്ധി, കരളുറപ്പ് ഒക്കെ KP-ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം പഞ്ചസാര പോലെ കൂടെ ലയിക്കും. കൊണ്ടുവാ എന്ന് പറഞ്ഞാൽ കൊന്നാണെങ്കിലും കൊണ്ട മുന്നിലിടും. ഡ്രൈവറോ PA-യോ സെക്രട്ടറിയോ ബോഡി ഗാർഡോ മാനേജരോ കൺസൾട്ടന്റോ ബ്രോക്കറോ എന്ന് വേണ്ട ഏത് റോളിലും ആശാൻ ഫിറ്റാകും. KP-ക്കും തൻ്റെ സഹോദരങ്ങളെ ഒരു പരിധിയിൽ കൂടുതൽ നമ്പാൻ സാധിക്കാതിരുന്നതിനാൽ ഇതുപോലൊരു തീവട്ടിയെ ആവശ്യമായിരുന്നു. അങ്ങനെ KP പോലും അറിയാതെ KP-യുടെ എല്ലാമായി മാറിയ, ഒടുക്കം KP-ക്ക് പോലും പറിച്ചറിയുവാൻ പറ്റാത്ത ശക്തിയായി മാറിയ, അവസാനം പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തിയ ആ പേരാണ് സഖാവ് സിജോ പന്തപ്പള്ളി. KP യോഹന്നാനെയും അദ്ദേഹത്തിന്റെ പിന്നിലുള്ള എല്ലാ പൈശാചിക മൂർത്തികളെയും സ്വന്തം ശരീരത്തിൽ ഒരുമിച്ച് ആവാഹിച്ച മൂർത്തി. ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും കൂർമ്മബുദ്ധിയുള്ള കൊടും ക്രിമിനൽ. പെന്തക്കോസ്ത് മോഡലിൽ കൈകൊട്ടുപാട്ടുമായി നടന്നാൽ ഇനി ഇന്ത്യയിൽ 8ന്റെ പണി കിട്ടും എന്ന് മനസ്സിലാക്കിയപ്പോൾ KP നൈറ്റിയിട്ട് രൂപാന്തരം പ്രാപിച്ചപ്പോൾ വലതുഭാഗത്തെ കള്ളൻ ക്രൂശിൽ കിടന്ന് കർത്താവിനോട് അപേക്ഷിച്ച പോലെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞതുപോലെ KP നീ നൈറ്റിയിട്ട് ബിഷപ്പായി മാറുമ്പോൾ എനിക്കും ചെറിയൊരു നൈറ്റ് തരണമേ എന്ന് പന്തപ്പള്ളി അന്ന് അപേക്ഷിക്കുകയുണ്ടായി. അങ്ങനെ സിജോ പന്തപ്പള്ളി പാസ്റ്റർക്കും കിട്ടി ഒരു വെള്ള നൈറ്റി, PRO സ്ഥാനവും കിട്ടി, ആശുപത്രിയുടെ ചുമതലയും കിട്ടി. നാൾവഴികളെല്ലാം വിശദമായി പിന്നാലെ. കണ്ണൂർ ലോബിയുമായി ചേർന്ന് KP-ക്ക് വേണ്ടി എല്ലാ തരികിടകളും നടത്തിയെടുത്തത് സിജോ പന്തപ്പള്ളിയായിരുന്നു. അതുപോലെ ഹവാല ഇടപാടുകളുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും നടത്തിയിരുന്നതും സിജോ പന്തപ്പള്ളിയായിരുന്നു. ബിഷപ്പന്മാർ എന്ന പേരിൽ നിരവധി കാവറിക്കുകൾ ഉണ്ടെങ്കിലും എല്ലാം വെറും കിണകളായതുകൊണ്ട് നിയന്ത്രണവും ഏകോപനവും എല്ലാം സിജോ പന്തപ്പള്ളിയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോഴും വലിയ പദവികളിലൊന്നും സിജോയെ കാണാൻ സാധിക്കില്ല. പക്ഷേ സിജോ പന്തപ്പള്ളി അറിയാതെ അവിടെ ഒരു ഈച്ച പോലും അനങ്ങില്ല. KP-യുടെ പിടിമരണത്തിന് ശേഷവും പന്തപ്പള്ളി അമേരിക്കയിൽ പോയിരുന്നു. ഇപ്പോൾ തട്ടകം ആഫ്രിക്കയിലേക്ക് പറിച്ചു നടുവാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ഇവിടെ ഇനി ഭാവി സുരക്ഷിതമല്ല എന്ന് ഇവർക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞു. KP യോഹന്നാന്റെ സ്വത്തുവകകൾ മുഴുവൻ ഇപ്പോൾ KP-യുടെ സഹോദരൻ KC പുന്നൂസിന്റെ കുടുംബത്തിലേക്കായി മാറ്റിയത് ആരെല്ലാമാണ്? KC പുന്നൂസിന്റെ മകൾ കുഞ്ഞുമോൾ എന്ന വിളിപ്പേരുള്ളവരുടെ ഭർത്താവായ പഴയ IPC പാസ്റ്ററായ ശമൂവേൽ മാത്യു ആണ് ഇന്ന് ശമൂവേൽ മാർ തിയോഫിലോസ് എന്ന പേരിൽ KP യോഹന്നാന്റെ പിൻഗാമിയായി ആ കസേരയിൽ വാഴുന്നത്. ബിലീവേഴ്സ് ചർച്ച് ഓഫ് ഇന്ത്യ എന്ന ആയിരക്കണക്കിന് കോടികൾ ആസ്തിയുള്ള ആ ട്രസ്റ്റിന്റെ അധിപനും ഇന്ന് ഇയാളാണ്. അതുപോലെ KC പുന്നൂസിന്റെ മകൻ നൈനാൻ പുന്നൂസിന്റെ ഭാര്യയായ KP യോഹന്നാന്റെ എല്ലാമായ നിഴലായി നടന്ന ഡോക്ടർ സിനി പുന്നൂസാണ് ചെറുവള്ളി എസ്റ്റേറ്റ് അടക്കമുള്ള ആയിരക്കണക്കിന് കോടികളുടെ വസ്തുവകളുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റി ആയി മാറിയത്. അതെങ്ങനെയായി? ഇവരെ ആരാക്കി? എന്തിനാക്കി? ഈ ട്രസ്റ്റുകളിലെല്ലാം ഏത് നിമിഷവും റീലിംഗ്യൂഷ് ചെയ്ത് മാറ്റാൻ പറ്റാവുന്ന ഡമ്മി ട്രസ്റ്റ് മെമ്പർമാരെ ഇൻഡക്ട് ചെയ്തത് ആരാണ്? ആർക്കു വേണ്ടിയാണ്? ഇത്തരം ട്രസ്റ്റുകളിൽ ഒന്നിൽ പോലും സിജോ പന്തപ്പള്ളി അംഗമല്ല എന്ന് കാണുമ്പോഴാണ് ഈ കുഴിപ്പുളവന്റെ തല നാം നമിച്ചു പോകുന്നത്. KP യോഹന്നാന്റെ കൊലപാതകം ആസൂത്രണം നടത്തി നിർവഹിച്ചതിൽ പ്രധാന കണ്ണി സിജോ പന്തപ്പള്ളിയാണ്. അതുപോലെ ഇവർക്കെതിരെ വാർത്തകൾ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്ന SP പ്രദീപിനെ കൊല്ലുവാൻ എല്ലാ ക്രമീകരണവും ചെയ്തത് മംഗളം പത്രത്തിലെ ഒരു തേൻകണിക്കാരന്റെ ഒത്താശയോടെ സിജോ പന്തപ്പള്ളിയാണ്. ഇത്തരം കൊട്ടേഷൻ റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങൾക്കെല്ലാം കൂട്ടുനിൽക്കുന്നത് തലസ്ഥാനത്തെ കൊട്ടാരവുമായി അടുത്തു നിൽക്കുന്ന ഒരു റോയൽ ബ്രോക്കറാണ്. സ്വത്ത് തട്ടിയെടുക്കുവാൻ ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ആസൂത്രിത കൊലപാതകമായിരുന്നു KP യോഹന്നാന്റേത്. ഞങ്ങളുടെ വാർത്തകളുടെ ലക്ഷ്യം സിജോ പന്തപ്പള്ളിയിലേക്ക് എത്തുമെന്നും സിജോ പന്തപ്പള്ളി പിടിക്കപ്പെട്ടാൽ സിജോയുടെ പിന്നിലുള്ള വമ്പന്മാരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുമെന്നും കണ്ടാണ് i2 ന്യൂസിനെ പൂട്ടിക്കെട്ടി എന്നെ ആയുഷ്കാലം പുറത്തിറങ്ങുവാൻ വയ്യാത്ത അവസ്ഥയിൽ അറസ്റ്റ് ചെയ്ത് അകത്തിടുവാൻ ശ്രമം നടത്തിയത്. എനിക്കെതിരെ പലവട്ടം കൊലപാതക ശ്രമങ്ങൾ നടക്കുകയുണ്ടായി. ഓർക്കുക, സർക്കാരും പോലീസും വിലക്കെടുത്ത മാധ്യമങ്ങളും അടക്കം ഇവർക്കൊപ്പം നിന്ന എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ വിശദമായ തെളിവുകളടക്കം രേഖാമൂലം
വിവരങ്ങൾ നൽകിയിട്ടും പരാതി നൽകിയിട്ടും നാളിതുവരെ 4 മാസം കഴിഞ്ഞിട്ടും എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും പോലീസ് ഈ വിഷയത്തിൽ എടുത്തിട്ടില്ല എന്നോർക്കണം. അതേസമയം എൻ്റെ പേരിൽ 7 ജാമ്യമില്ലാ വകുപ്പുകളിട്ട് കേസുകളെടുത്തു. എല്ലാറ്റിലും നാണം കെടുകയും ചെയ്തു. ഇനി എന്നെ എങ്ങനെയെങ്കിലും കൊന്നുകളയുവാനാണ് ഇവരുടെ പദ്ധതി. ഇവരുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത ആൾ എന്നോട് വെളിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സിജോ പന്തപ്പള്ളി അറിയാതെ, ഇവന്റെ പിന്നിലുള്ളവർ, ആ കണ്ണൂർ ലോബി അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല. പോലീസിനെ വിട്ട് ഇവന്റെ സംരക്ഷകർ എൻ്റെ ഓഫീസിൽ കാട്ടിക്കൂട്ടിയ ശോഭകേടുകൾ കാണുക. പക്ഷേ സത്യം ഞങ്ങൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും, ദൈവം അനുവദിച്ചാൽ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.